വാർത്തകൾ വിശദമായി. ഒരിടവേളയ്ക്ക് ശേഷം വയനാട്ടിൽ മരം മുറി വീണ്ടും സജീവം. ലോഡ് കണക്കിന് മരങ്ങളാണ് ദിനംപ്രതി ചുരമിറങ്ങുന്നത്. അനിയന്ത്രിത മരമുറി വയനാടിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തകർക്കുമെന്ന പഠന റിപ്പോർട്ട് പോലും അവഗണിക്കപ്പെടുന്നു. വയനാട്ടിൽ ഈ കാഴ്ചയ്ക്ക് പുതുമയില്ല. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മരം ലോഡുകൾ ചുരമിറങ്ങുന്നു. മരമുറിയും മരം കള്ളക്കടത്തും സംബന്ധിച്ച് നേരത്തെ നിരവധി വാർത്തകൾ പുറത്തുവന്നതിനെ തുടർന്ന് മരമുറിക്ക് അധികൃതർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മരമുറി നിർദ്ദയം തുടരുന്ന കാഴ്ചയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. വനത്തിൽ നിന്ന് പോലും മരം മുറിച്ചു കടത്തുന്നു. മാനന്തവാടി പിലാക്കാവിൽ നിന്ന് 3 തേക്ക് തടികളാണ് അടുത്തിടെ മോഷണം പോയത്. വനത്തിൽ നിന്ന് മുറിച്ചെന്ന് കരുതുന്ന പിടിച്ചെടുത്ത തേക്കിൻ തടികൾ സംബന്ധിച്ച് വനം വകുപ്പ് മറ്റൊരു കേസിൽ അന്വേഷണം നടത്തിവരികയാണ്. വൻകിട സ്വകാര്യ തോട്ടങ്ങളിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. റീപ്ലാന്റിങ്ങിന്റെ പേരിലും മറ്റും വൻമരങ്ങൾ വേരോടെ പിഴുതെടുക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് അധികൃതരുടെ മൗനാനുവാദത്തോടെയാണെന്ന കാര്യത്തിലും തർക്കമില്ല. വയനാടിൻ്റെ കാർഷിക മേഖല ഇന്ന് പരിസ്ഥിതി നാശം കൊണ്ട് തന്നെ, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തന്നെ അതിഭീകരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ വയനാട്ടിലെ വനങ്ങളിൽ നടക്കുന്ന ഭീകരമായിട്ടുള്ള വനനശീകരണം ഈ വയനാടിൻ്റെ പരിസ്ഥിതി തകർച്ചയ്ക്ക് എത്രയും പെട്ടെന്ന് കാരണമാകുമെന്ന് വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകർ ആശങ്കപ്പെടുകയാണ്. മരം മുറിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയതും അനുഗ്രഹമായി മാറി. 1 വർഷത്തിനുള്ളിൽ മരം കടത്തിയ ഒരു ലോറി പോലും ജില്ലയിൽ പിടിച്ചതായി റിപ്പോർട്ടില്ല. മരമുറി വയനാടിന്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥയെ തകർക്കുമെന്ന പഠന റിപ്പോർട്ടുകൾ പാടെ അവഗണിച്ചാണ് മരമുറിക്ക് അധികൃതർ ഒത്താശ ചെയ്യുന്നത്. ജംഷീർ, ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. കയ്യേറ്റ